എനിക്ക് പറയാനുള്ളത് എൻ്റെ അനിയൻ്റെ 2 മക്കൾ രാത്രി 2 മണിക്ക് ഓടി വന്നു. പിന്നെ വല്യച്ഛ അമ്മയും എല്ലാവരും പോയി പറഞ്ഞു. അപ്പോൾ ഞാൻ മക്കളെ സമാധാനമാക്കി നിൽക്കി, മക്കളെ നമുക്ക് നോക്കാറ്. അങ്ങനെ ഞാനും എൻ്റെ മോനും കൂടി പോയി നോക്കുമ്പോൾ ഈ വാതിലിൻ്റെ ഡോറ് തുറക്കാൻ പറ്റിയില്ല, അവരെ പുറത്തെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ഒന്നായിട്ടൊരു ഇരുട് പുക പോലെ വന്നിട്ട് ഒന്നായി വന്ന് മറിഞ്ഞ ശേഷം പിന്നെ എന്താ അവിടെ ചെയ്യുന്ന അറിയില്ല. ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. ആ വേദന, സ്ട്രോക്ക് ഇപ്പോഴും എൻ്റെ ഭാര്യയ്ക്ക് മാറിയിട്ടില്ല. അത്ര വിഷമത്തിലാണ് ഇരിക്കുന്നത്. കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടു പോയി. ആ വേദന ഭയങ്കര ഇതാണ്. അവർ വന്ന് പറഞ്ഞു, മക്കളോട് പറഞ്ഞു മക്കളെ നിങ്ങളൊന്ന് ഇരിക്കും, നമുക്ക് എന്താ നോക്കാം എന്ന്. അവരും തളർന്നു വീണു. അങ്ങനെ എൻ്റെ മോനെയും കൂട്ടിപ്പോയി നോക്കുമ്പോൾ ലോക്ക് തുറക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കിന് ലോക്ക് ഇങ്ങനെ ആക്കുമ്പോഴേക്കിന് ഞങ്ങൾ ഇത്രയ്ക്ക് താഴ്ന്നു പോയി. അപ്പോഴേക്കിന് ആകെ അങ്ങോട്ട് മൂടിപ്പോയി. അന്നേരമാണ് രക്ഷപ്പെടുന്നത്. അതാണ് അവിടുത്തെ അവസ്ഥ. സാറേ, എന്തെങ്കിലും ഒരു പരിഹാരം ഇതിൽ സർക്കാർ ചെയ്തു തന്നേ പറ്റും. തീർച്ചയായും കണ്ണ് തുറക്കണം. ആ ചേട്ടനെയും ചേച്ചീനെയും മോളെയും ചേട്ടായി തന്നെയാണ് ശരിക്ക് മാന്തി എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ രാവിലെ 6 മണിക്ക് പോയി. ഇതിനകത്ത് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായി. ഇതിനകത്ത് പുറത്ത് പോയിട്ടില്ല. അങ്ങനെ പോയിട്ട് ഒരു ചെരലിൻ്റെ വിടവുണ്ട്. ആ വിടവ് കൂടെ ഉള്ളിൽ കൂടെ കടന്നിട്ട് കടന്നപ്പോൾ ഈ അലുമറ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ അലുമറ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അലുമറിൻ്റെ അവിടെ കുറച്ച് മാന്തിയപ്പോൾ ഒരു കട്ടിലിൻ്റെ കാല് കണ്ട് കുറേ ഇങ്ങനെ മാന്തിയപ്പോൾ നമ്മളെ ഈ പുതപ്പിൻ്റെ തല കണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ഇപ്പുറത്തെ മാന്തി വെക്കുമ്പോൾ ഈ അവിടെ നിന്ന് തന്നെ ഈ ചെറിയ ഇത് കണ്ട് ഒരു 3 ആൾ മുന്നേ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുക.